ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു സ്പൈസി ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. മാത്രമല്ല വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-5 പച്ചമുളക്, ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത്, കുറച്ച് വേപ്പില, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂണോളം വിനാഗിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട. 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഈ ചിക്കനൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ മൂടി മാറ്റി തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. പക്ഷേ ആ വെള്ളം വറ്റാൻ വേണ്ടി നമുക്ക് കുറച്ചും നേരം കൂടി ഒന്ന് ഫ്ലെയിം ഫുള്ളിലിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയിക്കോട്ടെ. അതിനുശേഷം ഇത് മാറ്റി വെച്ച് നമുക്ക് വേറൊരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു പിടി വേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി നേരിതാക്കി അരിഞ്ഞത്, ഒരു 1.5 സ്പൂൺ ഇഞ്ചി ആയിക്കോട്ടെ. ഇഞ്ചിയും വേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഇതുപോലെ നമ്മൾ കറി വയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയാണ് നല്ലത്. കൂടെ നമുക്കൊരു 4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ ഇടിമുളക്, 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ജ്യൂസി ആയിട്ട് തോന്നാൻ വേണ്ടിയാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഈ ചിക്കൻ കറി മറക്കാതെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് അറിയിക്കണം. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.